ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വ ആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ. അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക്, അല്ലാഹു തെരഞ്ഞെടുത്ത മഹാന്മാർക്ക് അല്ലാഹു അവരുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുന്ന പ്രത്യേകമായ ആശയങ്ങൾക്കും അറിവുകൾക്കുമാണ് ഇൽഹാം എന്ന് പറയുന്നത്. ആ ഇൽഹാം ഉണ്ട് എന്ന് ശറഅ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. പക്ഷെ അങ്ങനെയുള്ള ഇൽഹാം ശറഇനോട് യോജിച്ച് കൊണ്ടുവന്നാൽ മാത്രമേ പ്രമാണമായി സ്വീകരിക്കാവൂ. ശറഇനോട് യോജിച്ചിട്ടില്ലെങ്കിൽ അതൊരിക്കലും സ്വീകാര്യമല്ല, അത് തള്ളപ്പെടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ശറആയി കൽപ്പിച്ച കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട്, ഹലാലാക്കിയ കാര്യത്തിനോ ഹറാമാക്കിയ കാര്യത്തിനോ വിരുദ്ധമായിട്ട് ഏത് വലിയന് ഇൽഹാമുണ്ടെന്ന് പറഞ്ഞാലും അതൊരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല. എന്താണ് ഇൽഹാം എന്ന വിഷയം ചർച്ച ചെയ്തുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ അൽ ഹുദൂദുൽ അനീഖ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു, അൽ ഇൽഹാമു ഇൽഖാഉ മഅനം ഫിൽ ഖൽബി യത്മഇന്നു ലഹു സുദുറു യഖുസ്സുല്ലാഹു ബിഹി ബഅദ അസ്ഫിയാഇ. ഇൽഹാം എന്നത് അല്ലാഹു തെരഞ്ഞെടുത്ത അവന്റെ ഇഷ്ടദാസന്മാരുടെ ഹൃദയത്തിൽ അല്ലാഹു പ്രത്യേകമായി ഇട്ടുകൊടുക്കുന്ന ആശയങ്ങളാണ്. വലൈസ ബിഹുജ്ജത്തിൻ മിൻ ഗൈരി മഅസൂമിൻ. പാപസുരക്ഷിതരല്ലാത്ത അമ്പിയാക്കൾ, പാപസുരക്ഷിതരാണ് അമ്പിയാക്കൾ. ആ അമ്പിയാക്കളല്ലാത്ത ഔലിയാക്കൾക്കോ മറ്റോ അതൊരിക്കലും ഹുജ്ജത്ത് അല്ല എന്നതാണ് സഹിഹായ അഭിപ്രായം, പ്രമാണമല്ല എന്നതാണ്. അമ്പിയാക്കളുടെ ഇൽഹാം പ്രമാണമാണെങ്കിലും ഔലിയാക്കളുടെ ഇൽഹാം ഹുജ്ജത്ത് അല്ല എന്നതാണ് ബഹുമാനപ്പെട്ട ഇമാം സക്കരിയ അൽ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി ഹുദൂദുൽ അനീഖയിൽ പറയുന്നു. എന്നാൽ ഇന്ന് ചിലര് ഇൽഹാം ശറഇന് വിരുദ്ധമായിട്ട് വരെ ഇൽഹാം വരാമെന്നും ആ ഇൽഹാമിലൂടെ നേരിട്ട് നിർദ്ദേശിച്ചാല് അത് ശറഇന് വിരുദ്ധമാണെങ്കിൽ പോലും ഹറാമിനെ ഹലാലാക്കുകയോ ശരീഅത്തിലെ ഹലാലിലെ ഹറാമാക്കുകയോ അല്ലെങ്കിൽ ഹറാമിനെ ഹലാലാക്കുകയോ ചെയ്തുകൊണ്ടുള്ള ഇൽഹാം വരെ സ്വീകരിക്കപ്പെടുന്നതാണ്. അള്ളാഹു നേരിട്ട് കൊടുക്കല്ലേ, അപ്പൊ അതങ്ങ് സ്വീകരിക്കണം. അല്ലെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് അറിയിക്കുമ്പോൾ അത് സ്വീകരിക്കണം, അത് ശരിയായിരിക്കും, ശറഇന് വിരുദ്ധമായാലും ശരി എന്ന് പറയുന്നവർ ഉണ്ട്. ഒരിക്കലും കഴിഞ്ഞകാല സൂഫികളും ഔലിയാക്കളും ശറഇന് വിരുദ്ധമായ ഇൽഹാം ഒരിക്കലും സ്വീകരിക്കുമെന്ന് പഠിപ്പിച്ചിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടും ഇല്ല. അത് കള്ള ശൈഖന്മാരുടെ വാദമാണ്, കള്ളത്വരീക്കത്തുകാരുടെ വാദമാണ്. ശരീഅത്തിന് വിരുദ്ധമായ ഒരു ഇൽഹാമും തന്നെ സ്വീകരിക്കപ്പെടുകയില്ല, അമ്പിയാക്കളുടെ ഇൽഹാം ഒഴികെ. അവർക്ക് അത് ശരീഅത്തിന്റെ നിയമമായി കണിക്കപ്പെടുന്നതാണ്. അതാണ് സക്കരിയ അൽ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി വലൈസ ബിഹുജ്ജ, അത് പ്രമാണമായി സ്വീകരിക്കുകയില്ല എന്ന് പഠിപ്പിച്ചത്. ഇതേ ആശയം ധാരാളം പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഹത്താ ഇന്നൽ മുഹദ്ദസ മിൻഹും, ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അൽ അസ്ഖലാനി സഹീഹുൽ ബുഖാരിയുടെ ശറഹിൽ വിവരിക്കുന്നു. അതിൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹം മുഹദ്ദസാണ്, അദ്ദേഹത്തിന് ഇൽഹാം ലഭിക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അത് വിവരിച്ചുകൊണ്ട് ഫത്ഹുൽ ബാരി പറയുന്നു, ഹത്താ ഇന്നൽ മുഹദ്ദസ മിൻഹും ഇദാ തഹഖഖ വജൂദുഹു ലാ യഹ്കുമു ബിമാ വഖഅ ലഹു ബൽ ലാ ബുദ്ദ ലഹു മിൻ അറളിഹ ലിൽ ഖുർആൻ. ഒരു ഇൽഹാം ലഭിക്കപ്പെടുന്ന ആള്, ഇൽഹാമുണ്ട് എന്ന് സ്ഥിരീകരിച്ചാൽ തന്നെ അദ്ദേഹത്തിന് ലഭിക്കുന്ന ആ ഇൽഹാം കൊണ്ട് വിധി പറയാൻ പറ്റില്ല. ശറഈയായ ഹുക്കുമുകൾ അതുകൊണ്ട് സ്ഥിരപ്പെടുകയില്ല. ലാ യുഹ്കമു ബിമാ വഖഅ ലഹു, അദ്ദേഹത്തിന് കിട്ടുന്ന ഇൽഹാം കൊണ്ട് വിധിക്കപ്പെടാൻ പറ്റില്ല, ഹുക്കുമ് അതുകൊണ്ട് സ്ഥിരപ്പെടുകയില്ല, ഹറാമോ ഹലാലൊന്നും സ്ഥിരപ്പെടുകയില്ല.
ബൽ ലാ ബുദ്ദ ലഹു മിൻ അർളി അലൽ ഖുർആൻ ഫഇൻ വാഫഖഹു ഔ വാഫഖ സുന്നഹ അമില ബിഹി. അത് ഖുർആനിനോടും സുന്നത്തിനോടും യോജിപ്പുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ ശരീഅത്തിനോട് യോജിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അത് സ്വീകരിക്കപ്പെടുകയുള്ളൂ. വഇല്ലാ തറക്കഹു, ശരീഅത്തിന് വിരുദ്ധമായ ഹറാം ഹലാലാക്കുക, സ്വർണമോതിര ഹലാലാക്കുക, പട്ട് ഹലാലാക്കുക, അല്ലെങ്കിൽ നിസ്കരിക്കണ്ടെന്ന് പറയുന്ന ഇൽഹാമ്, ഇങ്ങനെയുള്ള ഇൽഹാമുകൾ അത് കള്ള ഇൽഹാമുകളാണ്, അത് പിശാചിൽ നിന്നുള്ളതാണ്, അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുന്നു. 63-ാമത്തെ പേജിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ധാരാളം മഹാന്മാർ ഈ വിഷയത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തുഹ്ഫയിൽ 89-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നു. എന്താണ്? ലിഅന്ന ദാലികൽ യഖീന ഇന്നമാ യകൂനു ബിൽ ഇൽഹാമി വഹുവ ലൈസ ബിഹുജ്ജത്തിൻ ഇൻദൽ അഇമ്മ. ഇമാമുമാരടുക്കൽ ഇൽഹാം ഒരിക്കലും പ്രമാണമല്ല. ഇത് ലാസിഖത്ത് ബി ഖവാത്തിരി മൻ ലൈസ ബി മഅസൂമിൻ, അംബിയാക്കളല്ലാത്തവരുടെ മനസ്സിലുദിക്കുന്നത് കൊണ്ട് വിശ്വസിക്കാൻ സാധ്യമല്ല. വബി ഫർദി അന്ന ഹുജ്ജത്തുൻ ഫശർതുഹു ഇൻദ മൻ ശദ്ദ ബിൽ ഖൗലി ബി, ഒറ്റപ്പെട്ട അഭിപ്രായമുണ്ട് അത് ഹുജ്ജത്താണ് എന്ന്. പക്ഷെ അങ്ങനെ ഹുജ്ജത്താക്കുന്നവർ തന്നെ എന്താണ് പറയുന്നത്? അല്ലാ യുഹാരിലഹു നസ്സുൻ ശർഈയ്യുൻ, ശർഈയായ നിയമം അതിന് വിരുദ്ധമായി വരാതിരിക്കുമ്പോഴാണ് അത് ഹുജ്ജത്താക്കുന്നവർ തന്നെ ഹുജ്ജത്താക്കുകയുള്ളൂ. അത് ഒറ്റപ്പെട്ട അഭിപ്രായമാണ്, അത് ശർഈയായ നസ്സ് വരാത്തപ്പോഴാണ്. കന്നസ്സി ബിമൻ ലുബ്സിൽ ഹരീരി, പട്ട് ധരിക്കൽ ഹറാമാണ് എന്ന് വ്യക്തമായി വന്നതാണ്. അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും അതിനെതിരെ ഇൽഹാം വന്നാൽ സ്വീകരിക്കപ്പെടുകയില്ല. ശരീഅത്തിന് വിരുദ്ധമായി ഇൽഹാം ഒരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അൽ ഹൈതമി തുഹ്ഫയിൽ രേഖപ്പെടുത്തുന്നു. ഇനിയും ധാരാളം ചർച്ചകൾ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.